ബുക്ക് വേണോ? വിളിക്കില്ലേ അത് മച്ചിക്കാം വേണോ? പിന്നെ അപ്പൊ ഗൈസ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒരു ടോയ് വാങ്ങിയതാട്ടോ. ഒരു ബുക്ക് പോലെയാണ്. നമ്മള് ഫോട്ടോയിൽ കണ്ടപ്പോ ഈ പെന്നിന്റെ എന്താ വെള്ളം നിറച്ചാണ്ട് ആ ബുക്കിലുള്ള പേജിൽ പെയിന്റ് ചെയ്താൽ മതി. അപ്പൊ അതിലുള്ള ചിത്രം തെളിഞ്ഞു വരുന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെ ഈ ചുമരുമേലൊക്കെ ഇങ്ങനെ എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആട്ടോ ഈ ബുക്ക്. ഇത് അമ്പിന്റെ കലാവിരുദ്ധകളാണ് ഈ ചുമരുമേലുള്ളത്. ഓൾക്ക് ഒരു പെൻസിലോ പെന്നോ എന്ത് കിട്ടിയാലും വേഗം ഓടിപ്പോയി ഓൾ ചുമരുമേല എഴുതുക ചെയ്യാം. ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ റൂമിൽ ചുമര് ഫുള്ള് ഇപ്പോൾ ഓളെ കലാവിരുദ്ധം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പെന്ന് കിട്ടിയ പെന്നും പെൻസിലും ഇപ്പൊ എപ്പോഴും പെന്നും പെൻസിലും കൈ കിട്ടണം. വേറെ ടോയ്സോ ഒന്നിന്റെ ആവശ്യമില്ല. പെന്നും പെൻസിലും മതി ഇപ്പൊ കയ്യില്. അപ്പൊ അതാണ് ഓളെ കൂടി കളി. ഞങ്ങൾ കണ്ടെത്തിയ ഒരു നല്ല സൊല്യൂഷനാണ്. അപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് വേണോ? വേണം. ഉമ്മച്ചിക്ക് വാങ്ങിയതാണ് ഉപ്പച്ചി. അമ്പിക്ക് ബുക്ക് തന്നാല് അമ്പി ഇനി ചുമരുമല ഇതിലൊക്കെ നിർത്തുവോ? ഉറപ്പാ? ഇതാണ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിലൊരു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാണ്ട് ഇത് എന്തൊരു പറയണേന്ന് വെച്ചാല് നമ്മളിത് ഈ ഉപരെ വാട്സപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയച്ചാല് നമുക്ക് 2000 രൂപ ക്യാഷ് ബാക്ക് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് ഉടായ്പാണോ ഉള്ളതാണ്? ആദ്യം റേറ്റിംഗ് കൊടുക്കേണ്ടി വരും അല്ലേ? നമ്മൾ പർച്ചേസ് ചെയ്ത മീഷോന്നാണ്. അപ്പൊ മീഷോയിൽ അതിന്റെ റേറ്റിംഗും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. പറയണ്ടാവും ഇല്ലേ? 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയാത്തോണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ട. എന്താ സംഭവം നമുക്ക് കറക്റ്റ് അറിയില്ല. തൽക്കാലം ആ കാർഡ് വല്ലാണ്ട് മാറ്റി വെച്ചാളാ. ഇനി ബാക്കി പിന്നെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, മാജിക് വാട്ടർ ബുക്ക്. അപ്പൊ നമുക്ക് തുറന്നോക്കേ അല്ലേ? ഇതൊരു പെന്നുണ്ട് കേട്ടോ. ഇവിടെ ബുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ആള്. അപ്പൊ അതിൽ കൂടുതൽ പെന്നുണ്ട്. ഈ പെന്നിലേക്കാണ് വെള്ളം നിറച്ചിട്ടില്ല. അപ്പൊ ആളിത് വെള്ളം നിറച്ചിട്ട് വരാം. അമ്രി അൺബോക്സ് ചെയ്യാ. എന്താ പണി? എന്ത് എന്ത് നീയാ? മഞ്ച് ആദ്യം നമ്മള് ബുക്കിൽ എഴുതുക. നമുക്ക് ബുക്ക് കിട്ടിയില്ലേ? എന്ത് പേന പറയണേ? ബുക്ക് കിട്ടിയോ? ഈ ബുക്കില് ടോട്ടലി 8 പേജാട്ടുള്ളത്. അപ്പൊ നമ്മള് ഈ വെള്ളം നിറച്ച പെന്നോണ്ട് ഇവിടെ ഇങ്ങനെ എഴുതുമ്പോ ഇതിലുള്ള ചിത്രം തെളിഞ്ഞു വരും എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഏട്ടാ മുത്ത എഴുതല് നോക്കിട്ടോ. അടിപൊളിയാ. നിന്റെ അമ്പി ചെയ്തു. ഇതിനി കുറച്ച് കഴിയുമ്പോ ഈ വെള്ളം ഉണങ്ങുമ്പോ ഇത് മായും ചെയ്യും കേട്ടോ. പിന്നെ ആദ്യത്തെ അതേപോലെ വൈറ്റ് കളർ തന്നെ ആവും. ചിത്രം അടിപൊളിയല്ലേ? നിന്റെ അമ്പി ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കുന്നുണ്ട്. അമ്പി ചിത്രം ഇല്ലാത്തടത്തൊക്കെ വരയ്ക്കുന്നുണ്ട്. അമ്പിന്റെ ചിത്രം വരെ വേറെ ലെവല. വരുന്നുണ്ട്. ബാക്കി കൂടി വരക്ക് അമ്രി. ബാക്കി കൂടി വരക്ക്. പെട്ടെന്ന് വാങ്ങിണ്ടല്ലേ? ഞാൻ ആദ്യം വരച്ച ചിത്രത്തിന്റെ ഇവിടെ വായന തുടങ്ങി. വെള്ളം അമ്രി വരക്ക്. അമ്രിക്കുട്ടി ഇവിടെ ഫുള്ള് എഴുതുമ്പോ ഈ പേജ് ഫുള്ള് കളറെടുത്തു. അമ്രി എങ്ങനെയുണ്ട്? അമ്പിക്ക് ഇഷ്ടായോ? തോനിഷ്ടായോ? തോനിഷ്ടായി. പേജ് മൊത്തമായിട്ട് കളർ എടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട് അല്ലേ?
ഞാൻ ആ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോ കണ്ടുപിടുത്തങ്ങളില് ഇത് നല്ലൊരു സംഭവം കേട്ടോ കുട്ടികളെ കൊറേ നേരം നമുക്ക് എൻഗേജ് ആയി വെക്കാൻ. അത് മാത്രല്ല നമുക്ക് റൂമൊക്കെ ചുമരൊക്കെ അതിന് കുറച്ച് കുറവ് കിട്ടും. സെറ്റല്ലേ, അടിപൊളി. അതിന് വെള്ളം കഴിഞ്ഞോ അറിയില്ല, കളറ് കുടിച്ചിട്ട് കുറഞ്ഞു. എങ്ങനെയുണ്ട് മുത്തേ? എങ്ങനെയുണ്ട്? സൂപ്പറാ, അടിപൊളിയാ. നീ ചുമരുമേല എഴുതൂലല്ലോ അമ്രി, നീ ബുക്കിലല്ലേ എഴുതുള്ളൂ. ഗുഡ് ഗേൾ. അമ്രി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പറാ. അമ്രിക്ക് ഇഷ്ടായോ? അമ്രി ഇതുപോലെ ഫുള്ള് കളർ കൊടുക്കോ? വത്തക്ക ഉണ്ടല്ലോ, വത്തക്ക. ഇവിടെ വത്തക്ക. മറ്റേതാരാ? ബേബിയുടെ തല മായ തുടങ്ങി. ഇവിടെ ഉള്ളോ? ഇനി അമ്രി ഇതിലെഴുതും. ആ ഫോട്ടോ മായുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് മായുണ്ട്. ഇവിടെ വരുന്ന ആ സെയിം ഫോട്ടോ പുറത്തെ പേജിൽ കൊടുത്തിണല്ലേ അല്ലേ? അമ്രി വരെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അമ്രിക്കുട്ടി അല്ലെങ്കിൽ തന്നെ ഓക്ക് പാനും പുസ്തകവും ഭയങ്കര ഇഷ്ടമാണ്. നല്ല വരക്കാൻ ഭയങ്കര താല്പര്യമാണ്, എഴുതാന്. പെന്നല്ല പറയാ, മന്തിജി മന്തിജി എടുത്തോണ്ടാറി. മന്തിജി പറഞ്ഞാ എന്താ പേന്? മോള് മൈലാഞ്ചിക്ക് പറയണത്. മോളെ ഈ എഴുതുന്ന എല്ലാത്തിനും മൈലാഞ്ചി എന്നാണ് പറയാന്ന് വിചാരിച്ചിരിക്കണേ. ഞാൻ മഞ്ചി ചോദിച്ചപ്പോ അവളെ കയ്യില് കുറച്ച് മുമ്പ് മഞ്ച് ഉണ്ടായിനല്ലോ, അപ്പൊ ഞാൻ അത് ചോദിക്കാന്നാ കരുതി. അയ്യവ അവിടെ അമ്മക്ക് ഇഷ്ടായോ? അമ്രി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാ, നല്ല സൂപ്പറാ. ശരി, ആയിക്കോട്ടെ. ഒന്നായിട്ടുണ്ട് എഴുതിക്കൂടെ? അപ്പൊ നമ്മളെ വീട്ടിൽ ദയവായി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ബുക്ക് വാങ്ങി കൊടുത്തു കൊടുക്കുക. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഈ മൊബൈൽ ഉപയോഗം കുറച്ചാണ്ട് കുട്ടികളെ കൂടുതൽ സമയം എൻഗേജ് ചെയ്ത് നിർത്താൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. പിന്നെ നമ്മളെ വീടിന്റെ ചുമരുകളൊക്കെ വൃത്തികേടാകുന്നത് ഇതുകൊണ്ട് തടയാം. അപ്പൊ ഈ പ്രായമാകുമ്പോൾ കുട്ടികൾ വളർന്നു വരുമ്പോ എന്തായാലും അവർക്ക് ഈ ചിത്രം വരക്കാനും പെന്നോണ്ട് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. അപ്പൊ അവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾ വാങ്ങി കൊടുത്തു നോക്കുക, എന്തായാലും കുട്ടിക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും. അപ്പൊ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.